ലോകം ഇന്ന് ഒരു പുതിയ ഭീഷണിയുടെ നിഴലിലാണ്. യുദ്ധങ്ങളോ സാമ്പത്തിക പ്രതിസന്ധികളോ അല്ല, മറിച്ച് ജനസംഖ്യാ ഇടിവ് എന്ന സൈലന്റ് ക്രൈസിസ് ആണ് ലോകത്തിന്റെ ഭാവിക്ക് തന്നെ ഭീഷണിയായിരിക്കുന്നത്. യൂറോപ്പ് ഈ പ്രതിസന്ധിയുടെ കെടുതികൾ ഇപ്പോൾ തന്നെ അനുഭവിച്ചു തുടങ്ങിയിരിക്കുന്നു. ജനസംഖ്യാ ഇടിവ് എന്ന ഡെമോഗ്രാഫിക് ചാലഞ്ച് യൂറോപ്പിന്റെ ഫ്യൂച്ചറിനെ ചോദ്യം ചെയ്യുകയാണ്. അടുത്ത വർഷം യൂറോപ്യൻ യൂണിയന്റെ ജനസംഖ്യ അതിന്റെ ഏറ്റവും ഉയർന്ന പീക്കിലെത്തുമെന്നും അതിനുശേഷം പതിയെ ഇടിഞ്ഞു തുടങ്ങുമെന്നും കണക്കുകൾ പറയുന്നു. ചരിത്രപരമായി പറഞ്ഞാൽ 14-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിനെ വിഴുങ്ങിയ ബ്ലാക്ക് ഡെത്ത് എന്ന മഹാമാരിക്ക് ശേഷം ആദ്യമായിട്ടായിരിക്കും യൂറോപ്പ് ഇത്രയും വലിയൊരു സസ്റ്റെയിൻഡ് ആയിട്ടുള്ള ഡിക്ലൈൻ നേരിടാൻ പോകുന്നത്. ഈ ക്രൈസിസിന്റെ ഡെപ്ത് വെളിപ്പെടുത്തുന്ന വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ടിന്റെയും ഇലോൺ മസ്കിന്റെ മുന്നറിയിപ്പുകളുടെയും ഡീറ്റെയിൽസ് ഒന്ന് പരിശോധിക്കാം. ദി വാഷിംഗ്ടൺ പോസ്റ്റ് പുറത്തുവിട്ട റിപ്പോർട്ട് യൂറോപ്പിലെ ജനസംഖ്യാ ഇടിവ് ഒരു മേജർ ഡെമോഗ്രാഫിക് ചലഞ്ചായി മാറിയതിന്റെ ചരിത്രം വ്യക്തമാക്കുകയാണ്. ജനസംഖ്യാ ഘടന കീഴ്മേൽ മറിയുകയാണ്. അതായത് യുവജനങ്ങളുടെ എണ്ണത്തേക്കാൾ കൂടുതലാണ് ഏജിംഗ് പോപ്പുലേഷന്റെ എണ്ണം. പ്രായമായവരുടെ എണ്ണം കൂടുകയും യുവജനങ്ങളുടെ എണ്ണം കുറയുകയും ചെയ്യുന്നത് സോഷ്യൽ സെക്യൂരിറ്റി സിസ്റ്റംസിനും അതുപോലെ ഹെൽത്ത് കെയർ മേഖലയ്ക്കും വലിയ വെല്ലുവിളിയാകും. യൂറോപ്യൻ യൂണിയന്റെ ജനസംഖ്യ അടുത്ത വർഷം അതിന്റെ പീക്കിൽ എത്തുമെന്നും അതിനുശേഷം പതിയെ ഇടിഞ്ഞു തുടങ്ങുമെന്നും EU പ്രതീക്ഷിക്കുന്നു. ഇത് ബ്ലാക്ക് ഡെത്ത് എന്ന മഹാമാരിക്ക് ശേഷം യൂറോപ്പ് ആദ്യമായി നേരിടുന്ന തുടർച്ചയായ ജനസംഖ്യാ ഇടിവായിരിക്കും. ഇത് വർക്ക് ഫോഴ്സിന്റെ ലഭ്യതയും അതുപോലെ ഇക്കണോമിക് സ്റ്റെബിലിറ്റിയും കാര്യമായിട്ട് നേരിട്ട് ബാധിക്കും. പെൻഷൻ സ്കീംസ്, ഹെൽത്ത് കെയർ സിസ്റ്റംസ് എന്നിവ വലിയ പ്രഷർ നേരിടും. കുറഞ്ഞ എണ്ണം വരുന്ന വർക്കിംഗ് ക്ലാസ് ആയിരിക്കും ഇത്രയും അധികം റിട്ടയറേഴ്സിന്റെ ചെലവുകൾ വഹിക്കേണ്ടി വരിക. അടുത്തത് GDPയിലെ ഇടിവാണ്. 2050 യൂറോപ്പിലെ GDP ഗ്രോത്ത് പ്രതിവർഷം 0.4% വരെ കുറയാൻ സാധ്യതയുണ്ടെന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഇത് ആഗോളതലത്തിൽ യൂറോപ്പിന്റെ കോമ്പറ്റിറ്റീവ്നെസ് കുറയ്ക്കുമെന്നതാണ് കാര്യം. എന്തായാലും സർക്കാർ നടപടികൾ എടുക്കുന്നുണ്ട്. ജനസംഖ്യാ നിരക്ക് വർദ്ധിപ്പിക്കാൻ യൂറോപ്പിലെ സർക്കാരുകൾ ഇപ്പോൾ വിവിധ മാർഗങ്ങൾ തേടുകയാണ്. പെർക്സും ഇൻസെന്റീവ്സും ഒക്കെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ജനസംഖ്യാ ഇടിവ് തടയാനായി യൂറോപ്പിലെ പല സർക്കാരുകളും വലിയ പോളിസി എക്സ്പെരിമെന്റ്സ് നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഹംഗറി, ഇറ്റലി, പോളണ്ട് തുടങ്ങിയ രാജ്യങ്ങൾ ടാക്സ് എക്സെംഷൻസ്, അതുപോലെ ചൈൽഡ് കെയർ ബെനിഫിറ്റ്സ്, മന്ത്ലി ബോണസസ് എന്നിവയുൾപ്പെടെയുള്ള വലിയ സാമ്പത്തിക ഇൻസെന്റീവ്സ് പ്രഖ്യാപിച്ചു. ഉദാഹരണത്തിന് ഹംഗറി തങ്ങളുടെ GDPയുടെ 5% വരെ ഫാമിലി പോളിസീസിനായി നിക്ഷേപിച്ചു. എന്നാൽ ഈ ഭീമമായ നിക്ഷേപങ്ങൾ പോലും ലോങ് ടേം ഫലം കണ്ടില്ല. ഹംഗറിയിൽ ജനനനിരക്ക് താൽക്കാലികമായി വർദ്ധിച്ചെങ്കിലും പിന്നീട് വീണ്ടും ഇടിയുകയായിരുന്നു ഉണ്ടായത്. ഉയർന്ന ഭവന ചെലവ്, അതുപോലെ മോശം പബ്ലിക് എഡ്യൂക്കേഷന്റെ നിലവാരം തുടങ്ങിയ സ്ട്രക്ചറൽ ഇഷ്യൂസ്, ബേസിക് ആയിട്ടുള്ള ഇഷ്യൂസ് നിലനിൽക്കുന്നിടത്തോളം കാലം ഇൻസെന്റീവ്സ് നൽകുന്നത് ഇഫക്റ്റീവ് ആകില്ലെന്ന് യൂറോപ്പിലെ യുവജനങ്ങൾ പറയുന്നു. ഇനി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ജനനനിരക്ക് കൂട്ടാൻ ഒരു ഡെമോഗ്രാഫിക് റീആർമമെന്റ്, അതായത് ജനസംഖ്യാ വളർച്ചയ്ക്കായുള്ള സമഗ്രമായ സജ്ജീകരണം ആവശ്യപ്പെട്ടതും ഈ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഇനി ഇലോൺ മസ്കിന്റെ മുന്നറിയിപ്പും ആഗോള കണക്കുകളും ഒന്ന് പരിശോധിക്കാം. ടെസ്ല CEO ഇലോൺ മസ്ക് യൂറോപ്പിലെ ജനസംഖ്യാ ഇടിവിനെക്കുറിച്ച് പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇലോൺ മസ്ക് യൂറോപ്പിന്റെ കുത്തനെ ഇടിയുന്ന ജനന നിരക്കിൽ അതീവ ആശങ്ക പ്രകടിപ്പിച്ചു. ഇതൊരു എക്സിസ്റ്റൻഷ്യൽ ത്രെറ്റ് ആണെന്ന് അദ്ദേഹം വീണ്ടും മുന്നറിയിപ്പ് നൽകി. 2024 പോളണ്ടിലെ ഫെർട്ടിലിറ്റി റേറ്റ് ഒരു സ്ത്രീക്ക് 1.1 കുട്ടികളായി കുറഞ്ഞു. 2025 ഇത് 1.05 ആയി ഇനിയും കുറയുമെന്നാണ് പ്രവചനം. ഈ കണക്കുകളാണ് മസ്കിന്റെ മുന്നറിയിപ്പിന് ആധാരം. 2024 ലാൻസെറ്റ് സ്റ്റഡി അനുസരിച്ച് ലോകത്തിലെ പകുതിയിലധികം രാജ്യങ്ങളിലും ഫെർട്ടിലിറ്റി റേറ്റ് 2.1 എന്ന റീപ്ലേസ്മെന്റ് ലെവലിന് താഴെയാണ്. അതായത് ജനസംഖ്യ നിലനിർത്താൻ ആവശ്യമായ നിരക്കിനേക്കാൾ കുറവാണ് ജനന നിരക്ക്. ഇത് യൂറോപ്പിന് മാത്രമുള്ള പ്രശ്നമല്ലെന്നും ഒരു ആഗോള പ്രതിഭാസമാണെന്നും ഈ പഠനം എടുത്തു കാണിക്കുന്നു. ഈ പ്രതിസന്ധിക്ക് എന്ത് പരിഹാരമാണെന്ന ചോദ്യം സജീവമാണ്. ജനന നിരക്ക് വർദ്ധിപ്പിക്കണോ അതോ ജീവൻ രക്ഷിക്കണോ? ഇതാണ് പ്രധാന ചോദ്യം. ഹംഗറി പോലുള്ള രാജ്യങ്ങൾ ടാക്സ് ബെനിഫിറ്റ്സ്, ചൈൽഡ് കെയർ ബെനിഫിറ്റ്സ്, ഹൗസിംഗ് സബ്സിഡീസ് എന്നിവ നൽകി ജനന നിരക്ക് കൂട്ടാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഈ നടപടികളുടെ ലോങ് ടേം ഇഫക്റ്റീവ്നെസ് ചോദ്യം ചെയ്യപ്പെടുകയാണ്. ജനസംഖ്യാ ഇടിവ് പരിഹരിക്കാൻ ഒരു പരിധിവരെ ഇമിഗ്രേഷൻ സഹായിക്കുമെങ്കിലും ഇതിന് അതിൻ്റെതായ സാമൂഹിക രാഷ്ട്രീയ വെല്ലുവിളികളുണ്ട്. യൂറോപ്പിലെ പല രാജ്യങ്ങളിലും കുടിയേറ്റ വിരുദ്ധ വികാരങ്ങൾ ശക്തമാണ്. ജനനനിരക്ക് കൂട്ടുന്നതിന് പകരം ജീവൻ രക്ഷിക്കുന്നതിലാണ് കിഴക്കൻ യൂറോപ്പ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതായത് ഹെൽത്ത് കെയർ മെച്ചപ്പെടുത്തുക, ശിശുമരണ നിരക്ക് കുറയ്ക്കുക, ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് മുൻഗണന നൽകുന്നത് ഒരു പരിധിവരെ ജനസംഖ്യാ ഇടിവിന്റെ ആഘാതം കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് അവർ വാദിക്കുന്നത്. രോഗങ്ങൾ തടയുകയും ചികിത്സകൾ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നത് ഇപ്പോൾ ഉള്ള പോപ്പുലേഷനെ ആരോഗ്യത്തോടെയും കൂടുതൽ കാലം ഉൽപാദനക്ഷമതയോടെയും നിലനിർത്താൻ സഹായിക്കും. യൂറോപ്പ് ഒരു പുതിയ യുഗത്തിലേക്ക് കടക്കുകയാണ് എന്ന് വേണം പറയാൻ.
ഒരുപക്ഷെ ബ്ലാക്ക് ഡെത്ത് എന്ന മഹാമാരിക്ക് ശേഷം ഇത്രയും അധികം ആഴത്തിലുള്ള ഒരു ഡെമോഗ്രാഫിക് ഷിഫ്റ്റ് യൂറോപ്പ് കണ്ടിട്ടില്ല എന്ന് വേണം പറയാൻ. ഇത് വെറും കണക്കുകളല്ല. ഭാവിയിലെ യൂറോപ്പിന്റെ ഐഡന്റിറ്റി, സാമ്പത്തിക ശക്തി, സാമൂഹിക ഘടന എന്നിവയെ നിർണ്ണയിക്കുന്ന സുപ്രധാനമായ ഒരു വെല്ലുവിളിയാണ്. യൂറോപ്പിന്റെ ജനസംഖ്യാ പ്രതിസന്ധി ഒരു വശത്ത് ഇലോൺ മസ്ക് ഭയപ്പെടുന്നത് പോലെ ഭാവിയെക്കുറിച്ചുള്ള വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നു. മറുവശത്ത് പോളിസി മേക്കേഴ്സിന് മുൻപിൽ ജനനനിരക്ക് കൂട്ടണോ അതോ ആരോഗ്യ സംവിധാനങ്ങളിൽ കൂടുതൽ നിക്ഷേപം നടത്തണോ എന്ന ടഫ് ചോയ്സ് വെക്കുന്നു. ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ പോപ്പുലേഷൻ ഡിക്ലൈൻ എന്ന പ്രതിസന്ധിയിലേക്ക് നീങ്ങുമ്പോൾ യൂറോപ്പിലെ ഈ എക്സ്പെരിമെന്റ്സിന്റെ ഫലങ്ങൾ ലോകത്തിന് മുഴുവൻ ഒരു പാഠമായിരിക്കും. ഈ പ്രതിസന്ധിക്ക് യൂറോപ്പ് എന്ത് പരിഹാരം കണ്ടെത്തും? ഇലോൺ മസ്ക് ഭയപ്പെടുന്നത് പോലെ ഇതൊരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസായി മാറുമോ? കാത്തിരുന്ന് കാണണം.